ഈ അൾട്രാ ജെയിൻ കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇവർ സവാള കഴിക്കത്തില്ല, ഗാർലിക്ക് അത് കഴിക്കത്തില്ല, ഭൂമിക്കടിയിൽ വളരുന്ന ഒരു ഭക്ഷ്യസാധനം ഇവർ കഴിക്കത്തില്ല. അപ്പം അതും പ്രശ്നമായി. അപ്പോൾ അവിടെ പ്രശ്നമായി. അവരുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യണം ഇയാൾ. അങ്ങനെ ഡിസ്കഷൻ എല്ലാം നടന്നിട്ട് അവരൊരു തീരുമാനത്തിലെത്തി. അതായത് ഹരീഷിനെ ഏതായാലും പറഞ്ഞു വിടുന്നില്ല. അവിടെ ഹിന്ദു ചാപ്ലിൻ, അതായത് ഹിന്ദു ധർമ്മങ്ങളും ഹിന്ദു സനാതനിയും പഠിപ്പിക്കുന്ന ഒരാളെ ആവശ്യമുണ്ട്. കാരണം അതിനും അവർക്ക് വേക്കൻസി ഉണ്ട്, കാരണം അതിനും അവർക്ക് ആൾക്കാരുണ്ട് അമേരിക്കയിൽ. അതായിട്ട് അയാളെ അവിടെ നിയമിച്ചു. ഇതാണ് സംഭവം. നോക്കുക, അയാൾക്ക് കയ്യിൽ ചരട് കെട്ടാം, കുറിയിടാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അയാൾക്ക് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. അതിനയാളെ അവിടുന്ന് ഡിസ്മസ് ചെയ്തില്ല. നേരെ ഇന്ത്യയിൽ ഉണ്ടായ സംഭവം നോക്കുക. അതിനകത്ത് കുറിയിടുന്നതും കൈ കെട്ടുന്നതും ഒന്നുമല്ല. അതായത് അവർക്ക് അവിടെ പോയി പൂജ ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കൻ ആർമിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അതായത് അമേരിക്കൻ ആർമി, അമേരിക്കൻ രാജ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സെക്യുലർ ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷനാണ്. ആ രീതിയിലാണ് പ്രെയറൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. പങ്കെടുക്കാത്തവരുണ്ട്, പങ്കെടുക്കുന്നവരുണ്ട്. ഇതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. പക്ഷെ ഇവിടെ ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ ഏത് രീതിയിലാണ് അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സസ്, കാരണം അയാളുടെ ഭക്ഷണം, കാരണം ഒറ്റയ്ക്ക് ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾക്ക് അതേപോലെ തന്നെ മട്ടനും ചിക്കനും മറ്റുള്ള സാധനങ്ങളും അത് പ്രിപ്പയർ ചെയ്യുന്ന കിച്ചണിൽ നിന്ന് സാധനം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ വലിയ റെസ്ട്രിക്ഷനാണ്. അതിൻ്റെ പേരിൽ അവരോട് പറയും, താങ്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം തനിയെ ഉണ്ടാക്കി കഴിച്ചോണം, അത് സാധനങ്ങൾ ഞങ്ങൾ തരും, അല്ലാതെ താങ്കൾ ഇവിടെ വന്ന് ഫുഡും ക്യാൻറ്റീനിൽ നിന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു ഉറച്ച, അതായത് ജനാധിപത്യത്തിൻ്റെ മെച്യൂരിറ്റി. അതായത് ഇന്ത്യൻ പട്ടാളം വെൽ മെച്യൂർഡാണ്. പക്ഷെ ചില കാര്യങ്ങളുടെ അകത്തുണ്ടാകുന്ന പാകപ്പിഴയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഞാനീ പറയുന്നത് ഈ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ തെറ്റായിട്ട് പറയുമൊന്നുമല്ല. ആർക്ക് വിശ്വസിക്കാം, അവരുടെ വിശ്വാസമാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അടുത്തു വരെ പോകാം. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പറയും. ആസാം റെജിമെൻറ്റിൻ്റെ പാട്ടിനകത്ത് നിങ്ങൾ കേട്ട് കാണും. അതിനകത്ത് വാക്കുകൾ, ഈ ഹാലേലുയ എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പലയിടത്തും. എങ്ങനെയാണ് ഹാലേലുയ വാക്കുകൾ അതിൻ്റെ അകത്ത് വരുന്നത്? അത് ആസാം റെജിമെൻ്റ് ഉണ്ടായിട്ട് എത്ര വർഷമേ ആയിട്ടുള്ളൂ?